മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഷുഹൈബ് വധക്കേസിൽ 17 പ്രതികൾക്ക് ജാമ്യം റദ്ദാക്കിയ സെഷൻസ് കോടതി നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർക്കാണ് ഇതോടെ ജാമ്യം ലഭിക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ പറയും. തലശ്ശേരി ഷുഹൈബ് വധക്കേസിലെ 17 പ്രതികളുടെ ജാമ്യം കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ പ്രതികൾ 17 പേരും ഹൈക്കോടതിയെ സമീപിച്ചു. അതിലാണിപ്പോൾ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ ഉള്ളവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജാമ്യം റദ്ദാക്കിയ സെഷൻസ് കോടതി നടപടി മരവിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ജൂൺ 5 ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് സെഷൻസ് കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു പ്രതികളുടെ ആവശ്യം. നേരത്തെ ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതിയിൽ വിസ്താരം നടക്കുന്നതിനിടയിലാണ് നാടകീയമായിട്ടുള്ള നടപടികളിലേക്ക് ജഡ്ജി തിരിഞ്ഞത്. വിസ്താരത്തിനിടെ ഹൈക്കോടതിയെ തങ്ങൾ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി മാറ്റത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഈ സാക്ഷി വിസ്താരവുമായിട്ട് മുന്നോട്ട് പോകാൻ സഹകരിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ നിലപാട്. അപ്പോഴാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ജാമ്യം റദ്ദാക്കണമെന്ന്. അത് കീഴ്ക്കോടതി, അതായത് തലശ്ശേരി സെഷൻസ് കോടതി അനുവദിക്കുകയായിരുന്നു. മാത്രമല്ല ഈ പ്രതികൾ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്നുള്ള വാദം കീഴ്ക്കോടതി അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു. എന്തായാലും കീഴ്ക്കോടതിയുടെ ആ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യം നൽകിയിരിക്കുന്നത്. ശ്യാം. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.